ഇങ്ങനൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. ദൂരയോടെ അല്ല കേട്ടാ, ഒരാവശ്യത്തിനാണ്. അത് പിന്നെ കാണാം. ഇതാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞത് കേട്ടാ, ഉഴുന്നിൻ്റെ പൊരിക്കാൻ. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, നമ്മുടെ ഭാഗത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഇലക്കറീൻ്റെ ഗുണം പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞാൻ വിചാരിച്ച് ഇത്രയും മതി, അത്രയും വേണ്ട നമുക്ക്. ചെമ്പ് നിറച്ചൊന്നും ഇല്ല കേട്ടാ, അതിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്, ഒരുപാട് കാണുന്നതാണ്. അപ്പോൾ നല്ലോണം ഒന്ന് കഴുകുക. എന്താ വെച്ചാൽ ചപ്പിൻ്റെ അടിയിലായിരിക്കും പ്രാണികൾ ഉണ്ടാവുക, പിന്നെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെന്ന് വരും. അത് നല്ലോണം കഴുകി വാരി വെള്ളം പിഴിഞ്ഞ് ഞാൻ നോക്കിയിട്ട് ഞാൻ പറിച്ചത് അവിടെ നിന്ന് പറിക്കുമ്പോൾ തന്നെ അതിൻ്റെ അടിയിലെല്ലാം പ്രാണിയുണ്ടോയെന്ന് നോക്കിയിട്ടുണ്ടായി. ഇങ്ങനെ ആഞ്ഞു പിടിക്കുന്നത് എന്താ വെച്ചാൽ നല്ല വൃത്തിക്ക് മുറിക്കാനാണ്. ഇല്ലെങ്കിൽ അങ്ങനെ വാരി വെച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലും ഭാഗം വലുതും ചെറുതെല്ലാം ഉണ്ടാവും. ചെറുതായിട്ട് അരിഞ്ഞിടുക. എന്നിട്ട് നേർപ്പിച്ചരിഞ്ഞാൽ വേഗം വേവും, അതിനാണ് നേർപ്പിച്ചരിയുന്നത്. പിന്നെ വറക്കുന്നേരം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ, അത് സാധാരണ എല്ലാവരും ചെയ്യുന്നവർ തന്നെ. കറിയിട്ട് പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് കായ്മുളക് ഇടും, അതൊരു ടേസ്റ്റാണ്. നല്ല സ്റ്റൈലുണ്ടാവും നേർപ്പിച്ചരിഞ്ഞാൽ. അല്ലെങ്കിൽ വലിയ വലിയ കഷ്ണം വന്നാൽ അത് കാണാനും സ്റ്റൈലുണ്ടാവില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം, എന്താ വെച്ചാൽ കുറച്ച് വേവുള്ളതാണ്. കട്ടി ഇലക്കറി ആയാലും കുറച്ച് കട്ടിയുള്ളതാണ്, കുറച്ച് വേവുണ്ട്. അവിടെ ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കും. ലേശം അതിൻ്റെ അകത്ത് നിന്ന് അത്ര അധികം വെള്ളം വരാനില്ല. ചീരക്കല്ലാണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവില്ല, ഇതിൽ വെള്ളം കുറവായിരിക്കും. പാകത്തിന് ഉപ്പ് ഇട്ടാൽ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടാ. എനിക്കിഷ്ടമാണ്, ഞാൻ ചോറ് വാരത്തുന്നും പോലെ തിന്നും. മഞ്ഞൾ ഇലക്കറിയിൽ സാധാരണ മഞ്ഞൾ ഇടണമെന്നില്ല, എന്നാലും പക്ഷേ ചിലവരുണ്ടാകും പറയുന്നത് അതിന് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് പോകാൻ കുറച്ച് മഞ്ഞൾ ഇടുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇട്ടത്. തേങ്ങ നല്ലോണം ഇട്ട് കൊടുത്താൽ പ്രത്യേക ടേസ്റ്റായി. വിളമ്പി വെച്ചപ്പോൾ എന്താ ചോറിനേക്കാളുണ്ട്.